identified different major components of heavy vehicle and the function and placement study of different lorry or bus in institute with different dealers or organizations. ഹലോ, എൻ്റെ പേര് ഷീന. ഈ മോഡ്യൂളിൽ നമ്മൾ ഹെവി വെഹിക്കിളുകളുടെ വ്യത്യസ്ത മേജർ കോമ്പോണന്റുകൾ തിരിച്ചറിയാൻ പോകുന്നു. വ്യത്യസ്ത ഡീലർമാരുമായോ ഓർഗനൈസേഷനുകളുമായോ ഉള്ള വ്യത്യസ്ത ലോറി അല്ലെങ്കിൽ ബസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രവർത്തനവും പ്ലേസ്മെന്റ് പഠനവും. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് സാധിക്കുന്നത് ഈ വാഹനത്തിൽ വിവിധ യൂണിറ്റുകൾ കണ്ടെത്താൻ ഇപ്പോൾ നമുക്ക് ആവശ്യമായ എക്യുപ്മെന്റുകൾ, മെറ്റീരിയലുകൾ, ടൂളുകൾ എന്നിവ നോക്കാം. ആവശ്യമായ ടൂളുകൾ, ഇൻസ്ട്രുമെന്റുകൾ. ഡബിൾ എൻഡ് സ്പാനർ സെറ്റ് ഒരു സെറ്റ്. ഓയിൽ ക്യാൻ ഒരെണ്ണം. ആവശ്യമായ എക്യുപ്മെന്റുകൾ, മെഷീനറികൾ. ഹെവി വെഹിക്കിൾ ചേസിസ് ഒരെണ്ണം. ആവശ്യമുള്ള വസ്തുക്കൾ: സോപ്പ്, ഓയിൽ, ഗ്രീസ്, മണ്ണെണ്ണ, ബനിയൻ ക്ലോത്ത്. ഹെവി വാഹനങ്ങൾ സങ്കീർണമായ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളാണ്. ഒപ്റ്റിമൽ പെർഫോമൻസ്, ഡ്യൂറബിലിറ്റി, സുരക്ഷ എന്നിവ ഉറപ്പാക്കാൻ തന്ത്രപരമായി സ്ഥാപിച്ചിട്ടുള്ള വിവിധ മെയിൻ കോമ്പോണന്റുകൾ ഉൾക്കൊള്ളുന്ന കോംപ്ലക്സ് എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളാണ് ഹെവി വെഹിക്കിളുകൾ. ട്രക്കുകളും ബസുകളും പോലുള്ള ഹെവി വെഹിക്കിളുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന വിവിധ കോമ്പോണന്റുകളുള്ള കോംപ്ലക്സ് മെഷീനുകളാണ്. അറ്റകുറ്റപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആർക്കും ഈ ഘടകങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഹെവി വാഹനങ്ങളുടെ പ്രവർത്തനം അല്ലെങ്കിൽ രൂപകൽപ്പന. നമുക്ക് മെയിൻ കോമ്പോണന്റുകളിലേക്ക് കടക്കാം. ടാസ്ക് 1: നൽകിയിരിക്കുന്ന വാഹനങ്ങളിലെ കോമ്പോണന്റുകൾ, പാർട്ടുകൾ തിരിച്ചറിയുക. വാഹനത്തിൽ അവയുടെ ഫംഗ്ഷനബിലിറ്റിക്കും ഡിസൈനിനും പ്രാധാന്യം നൽകുന്ന വിധത്തിലുള്ള വിവിധ കോമ്പോണന്റുകളും ഫീച്ചറുകളും കാണിച്ചിരിക്കുന്നു. ഒന്നാമതായി, സ്റ്റിയറിംഗ് വീലിന്റെ സ്ഥാനം വ്യത്യാസപ്പെടുന്നു. വ്യത്യസ്ത ഡ്രൈവിംഗ് പ്രിഫറൻസുകളും റീജിയണൽ സ്റ്റാൻഡേർഡുകളും നൽകിക്കൊണ്ട് ചില വാഹനങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിനും മറ്റുള്ളവ റൈറ്റ് ഹാൻഡ് ഡ്രൈവിനുമായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. എഞ്ചിന്റെ സ്ഥാനം ഇത്തരം വാഹനങ്ങളെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്ന ഒരു ഘടകമാണിത്. കാരണം ചിലതിന്റെ എഞ്ചിനുകൾ മുൻവശത്തും മറ്റുള്ളവയിൽ മധ്യഭാഗത്തും വേറെ ചിലതിൽ പിൻഭാഗത്തും സ്ഥിതി ചെയ്യുന്നു. ഈ പ്ലേസ്മെന്റ് വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, ട്രാക്ഷൻ, ഓവറോൾ ബാലൻസ് എന്നിവയെ സ്വാധീനിക്കുന്നു. ഇത് വാഹനത്തിന്റെ ഹാൻഡിലിംഗിനെയും പെർഫോമൻസിനെയും ബാധിക്കുന്നു. ക്ലച്ച്, ഗിയർ ബോക്സ് എന്നിവയുടെ സ്ഥാനം പരിശോധിക്കുക. വാഹനങ്ങളിലെ അവയുടെ സ്ഥാനം ഡ്രൈവിംഗ് ഡൈനാമിക്സ് മനസ്സിലാക്കുന്നതിന് നിർണായകമാണ്. അവയുടെ സ്ഥാനം ഗിയർ ഷിഫ്റ്റിംഗ് എളുപ്പമാക്കാൻ സഹായിക്കുന്നു. കൂടാതെ വാഹനം റാമിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ ഇൻസ്ട്രക്ടറെ സമീപിക്കുക. ചേസിന്റെയും ഫ്രെയിമിന്റെയും തരം വാഹനങ്ങളെ കൂടുതൽ വ്യത്യസ്തമാക്കുന്നു. റെക്ടാങ്കുലർ ഷേപ്പിലുള്ളതുമായി വ്യത്യസ്ത തരത്തിലുള്ള ചാനലുകൾ ഇതിൽ ലഭ്യമാണ്. ഈ സ്ട്രക്ചറൽ ഡൈവേഴ്സിറ്റി വാഹനങ്ങളുടെ ഓവറോൾ ഡ്യൂറബിലിറ്റിയെയും ബാധിക്കുന്നു. സസ്പെൻഷൻ സിസ്റ്റം മറ്റൊരു നിർണായക വശമാണ്. വാഹനങ്ങളിൽ ഇവ ഒന്നുകിൽ റിജിഡോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് സസ്പെൻഷനോ ആയിരിക്കും. ഈ തിരഞ്ഞെടുപ്പ് വാഹനങ്ങളുടെ കംഫർട്ടിനെയും ഹാൻഡിലിംഗ് ക്യാരക്ടറിസ്റ്റിക്സിനെയും കാര്യമായി സ്വാധീനിക്കുന്നു. മെക്കാനിക്കൽ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ബ്രേക്ക് സിസ്റ്റങ്ങൾ. ഹൈഡ്രോളിക്, എയർ അല്ലെങ്കിൽ വാക്വം ഡിസ്ക് ഡ്രം ബ്രേക്കുകൾ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ബ്രേക്ക് സിസ്റ്റങ്ങൾ ഈ വാഹനങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇത് വിവിധ ഫലപ്രദമായ സ്റ്റോപ്പിംഗ് പവർ പ്രതിഫലിപ്പിക്കുന്നു. ടയറുകളുടെ വീതി, ഡയമീറ്റർ, പ്ലേറ്റ് റേറ്റിംഗ് എന്നിങ്ങനെയുള്ള വിശദമായ സ്പെസിഫിക്കേഷനുകൾ ഓരോ ടയറിലും എഴുതി അടയാളപ്പെടുത്തിയിരിക്കുന്നു. അവയുടെ ഭാരം വഹിക്കാനുള്ള ശേഷിയെക്കുറിച്ചും വ്യത്യസ്ത റോഡ് അവസ്ഥകൾക്കുള്ള അനുയോജ്യതയെക്കുറിച്ചും വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. റേഡിയേറ്റർ, ഫ്യൂവൽ ടാങ്ക്, സൈലൻസർ, മഫ്ലർ എന്നിവ കണ്ടെത്തുക. വാഹനങ്ങളുടെ മൊത്തത്തിലുള്ള ലേഔട്ട് മനസ്സിലാക്കുന്നതിന് ഇത് അത്യന്താപേക്ഷിതമാണ്. ഈ കോമ്പോണന്റുകൾ എഞ്ചിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനും മൊത്തത്തിലുള്ള ഡ്രൈവിംഗ് അനുഭവത്തിനും വ്യത്യസ്തത നൽകുന്നു. ഫ്രണ്ട് ആക്സിലിന്റെ തരം, മരിച്ചതോ ജീവിച്ചിരിക്കുന്നതോ ആകട്ടെ, വാഹനത്തിന്റെ സ്റ്റിയറിംഗിനെയും സസ്പെൻഷൻ സവിശേഷതകളെയും സ്വാധീനിക്കുന്നു. ഗിയർ ബോക്സിനും ഡിഫറൻഷ്യലിനും ഇടയിലുള്ള പ്രൊപ്പല്ലർ ഷാഫ്റ്റുകളുടെയും യൂണിവേഴ്സൽ ജോയിന്റുകളുടെയും എണ്ണം ഒരു പ്രധാന വശമാണ്. ഇത് ട്രാൻസ്മിഷൻ, ഡ്രൈവ് ട്രെയിൻ എഫിഷ്യൻസി എന്നിവയെ ബാധിക്കുന്നു. വാഹനങ്ങളുടെ ട്രാക്ഷൻ, പവർ ഡിസ്ട്രിബ്യൂഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്ന ഡിഫറൻഷ്യലിന്റെയും റിയർ ആക്സിലിന്റെയും സ്ഥാനം പരിശോധിക്കുക. പട്ടിക 1 വിശദാംശങ്ങൾ രേഖപ്പെടുത്തുക.
നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വാഹനങ്ങൾ ലിസ്റ്റ് ചെയ്യുക. വിശദാംശങ്ങൾ പട്ടിക 1 രേഖപ്പെടുത്തുക. ഈ വിശദാംശങ്ങൾ ഒരു സമഗ്രമായ പട്ടികയിൽ രേഖപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള വൈവിധ്യമാർന്ന വാഹനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സമഗ്രമായ ധാരണ ലഭിക്കും. ഓരോന്നും അവയുടെ ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സിലേക്കും പെർഫോമൻസ് കേപ്പബിലിറ്റിയിലേക്കും സംഭാവന ചെയ്യുന്ന യുണീക്ക് ഫീച്ചറുകളും കോൺഫിഗറേഷനുകളും പ്രദർശിപ്പിക്കുന്നു. നമ്മൾ എക്സസൈസിന്റെ അവസാനത്തിൽ എത്തി. ഈ മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ചത് ഒരു വാഹനത്തിൽ വിവിധ യൂണിറ്റുകൾ കണ്ടെത്തുക. അങ്ങനെ ഹെവി വെഹിക്കിളുകളുടെ വിവിധ മെയിൻ കോമ്പോണന്റുകൾ തിരിച്ചറിയാനും അവരുടെ പ്രവർത്തനവും വിവിധ ഡീലർമാരുമായോ ഓർഗനൈസേഷനുകളുമായോ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ വ്യത്യസ്ത ലോറി അല്ലെങ്കിൽ ബസിന്റെ പ്ലേസ്മെന്റ് പഠനവും നമ്മൾ പഠിച്ചു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. നന്ദി.